ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരായത്താണ്. നമ്മുടെ മുഅ്മിനായ മനുഷ്യൻ 5 വഖ്ത് നിസ്കാരത്തിന്റെ 17 റക്അത്തുകളിൽ 17 തവണ നിർബന്ധമായി ദുആ ചെയ്യേണ്ട ഒരു ദുആ നിർബന്ധമാണ്. ഓരോ റക്അത്തുകളുടെ ഓരോ ഫാത്തിഹകളിൽ നിർബന്ധമായും ഒരു ദിവസത്തിൽ 17 റക്അത്ത് ഫർദ് 17 പ്രാവശ്യം ദുആ ചെയ്യും. അതിന് എന്തേ 17 റക്അത്തായ മാന്മാർ പറഞ്ഞത് ദിവസത്തിന്റെ 24 മണിക്കൂർ ഒരു 7 മണിക്കൂർ മനുഷ്യൻ വർക്കിന്റെ സമയം, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 17 മണിക്കൂർ വർക്കിംഗ് സമയം. ഓരോ വർക്കിംഗ് സമയത്തിന്റെ ഓരോ മണിക്കൂറിൽ അല്ലാഹുവിന് നന്ദി ചെയ്യുക എന്നതാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. മാന്മാർ പഠിപ്പിച്ചു. ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പുറമേ അത് വേറെയുള്ളതാണ്. നിർബന്ധമായും 17 റക്അത്ത്. ആ 17 റക്അത്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമായ സിറാത്തിൽ നമ്മൾ ചേർക്കണേ. ഇവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇവിടെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ചേർത്ത് പോയാൽ 4ത്തെ സിറാത്ത് നമുക്ക് എളുപ്പം. നമുക്കൊരു സിറാത്ത് ഉണ്ട്. സിറാത്ത് പാലം ഞാൻ പറഞ്ഞില്ലേ എത്ര കിലോമീറ്റർ എത്രയാണ് സിറാത്ത് പാലത്തിൽ? 763,30,000 കിലോമീറ്റർ ദൂരമുള്ള പാലം. 700 കോടി. ഈ ദുനിയാവിന്റെ ആകെ ഭൂമിയുടെ വിസ്തീർണ്ണമുള്ള എത്രയാണ്? ഈ ദുനിയാവ് ഇന്നത്തെ പ്രപഞ്ചം ബാക്കിയുള്ള വെള്ളം ഭൂമി കരണ്ടല്ല, കരയുടെ വിസ്തീർണ്ണം എത്രയാണ്? മൊത്തം എല്ലാം വന്ന് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ എത്രയേ ഉള്ളൂ ഈ ഭൂമിയുടെ വിസ്തീർണ്ണം, കരയുടെ വെള്ളത്തിന്റെ. സിറാത്ത് പാലം 700 കോടി 63,30,000 കിലോമീറ്റർ ദൂരമുള്ള പാലം. ആ പാലാണ് സിറാത്ത് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചറിഞ്ഞു പോയാൽ ആകെ മനുഷ്യർ പോയി കുണ്ടാണ് എന്ന് പറഞ്ഞാൽ ചെറിയ കുണ്ടൊന്നുമല്ല. പാലത്തിൽ നിന്ന് ഒരാൾ ഇടറി വീണാൽ താഴെയുള്ള നരകത്തിലേക്ക് അയാൾ ചെല്ലണമെങ്കിൽ 70 കൊല്ലം വേണ്ടി വരുന്നു. 70 കൊല്ലം. ഇവിടുത്തെ കൊല്ലല്ല, പരലോകത്തിന്റെ കൊല്ലം. ഇവിടുത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദീർഘമാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടുത്തെ 50,000 കൊല്ലത്തിന്റെ ദീർഘമാണ് അവിടുത്തെ ഒരു ദിവസം. അങ്ങനെയുള്ള 70 കൊല്ലം. അപ്പൊ എത്ര ഡീപ്പ് ഉണ്ടാവും? എന്നാൽ അത്ര ഡീപ്പുള്ള ആ നരകത്തിന്റെ തട്ടിൽ നിന്ന് ആളുകൾ വേജാറുകൊണ്ട് കരയുന്നതും അവിടെ ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യന്റെ ശബ്ദവും അവിടുത്തെ തീയുടെ ആണിക്കത്തലും അത്ര മുകളിലുള്ള പാലത്തിലേക്ക് മനുഷ്യൻ കേൾക്കുമെന്നാണ് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. പ്രയാസപ്പെടേണ്ട ഒരു സമയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഖിറത്തിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന 3 ഘട്ടങ്ങൾ. അതിൽ ഒരു ഘട്ടമാണ് സിറാത്ത്. ആ സിറാത്തിന്റെ അടുത്ത് ഞാൻ എന്റെ ഉമ്മത്തിനെ കാത്തു നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ കാത്തു നിൽക്കുക മാത്രമല്ല, പാലത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഉണ്ടാവും. എന്റെ ഉമ്മത്തിങ്ങൾ ഇങ്ങനെ ഓരോന്നായി കടക്കുമ്പോ എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചവർ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചവർ, സുന്നത്ത് മുറുകെ പിടിച്ചവർ, സ്വലാത്ത് ചൊല്ലിയവർ അവരുടെ മുഖം നോക്കിയിട്ട് കടക്കുന്ന സമയത്ത് ഞാൻ ദുആ ചെയ്യും. എന്താ ദുആ? അല്ലാഹുമ്മ സല്ലിഹു, പടച്ചവനെ ഈ മനുഷ്യനെ സലാമത്താക്കണേ അല്ലാഹ്, ഈ മനുഷ്യനൊന്ന് സലാമത്താക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ സിറാത്തിന്റെ തലക്ക് നിന്നിട്ട് അതിന്റെ തുടക്കത്തിൽ കടക്കുമ്പോ ഓരോരുത്തരുടെ മുഖം നോക്കി പ്രാർത്ഥിക്കുമെന്ന ആ പ്രാർത്ഥന ഏറ്റുവാങ്ങുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കൊടുത്തട്ടെ. എനിക്ക് കഴിയൂല. എങ്ങനെയാ കഴിയുമോ? എങ്ങനെ കഴിയും? ആ നടന്നിട്ട് എത്തുന്ന വിഷയമാണത്. നടന്നിട്ട് എത്തുന്ന വിഷയമാണോ? അവിടെ ആ പാലം കടക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു കാര്യം ജിബ്രീലിന്റെ ചങ്ങായിപാട് കെട്ടണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചങ്ങായിപാട് കെട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യമാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വാഹനവുമായി കാത്തു നിൽക്കും ഒരാളുകള് അങ്ങോട്ട് എത്തിക്കാൻ. ജിബ്രീൽ ഒരാൾക്ക് ഡ്രൈവറായി കിട്ടിയാൽ വേണ്ടില്ല. നമുക്കല്ലേ ഇത് പ്രകാശത്തിന്റെ ദൂരത്തിലാണ്, പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? വെളിച്ചം, സൂര്യന്റെ വെളിച്ചം ഒരു സെക്കൻഡ് 10 സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ ആണ് അതിന്റെ ദൂരം. ഒരു സെക്കൻഡ് കൊണ്ട് ഏത് നമ്മുടെ ഈ വെളിച്ചാണ് സൂര്യന്റെ വെളിച്ചം. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ എന്ത് വെളിച്ചാണ്? മലക്കുകൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. പ്രകാശം കൊണ്ട്. മനുഷ്യനോ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടു. ഇബ്ലീസ് കേട്ട് ഇബ്ലീസ് അന്ന് അള്ളാഹിനോട് ചോദിച്ചത് അങ്ങനെയല്ലേ? ആദമിന് മണ്ണുകൊണ്ട് പടച്ച, ആദമിന് തീ കൊണ്ട് പടച്ച ഞാനാണോ സുജൂദ് ചെയ്യുന്നത്? കാരണം മലക്കുകളെ പടക്കപ്പെട്ടത് വെളിച്ചം കൊണ്ട്. ആ വെളിച്ചത്തിന്റെ വേഗത എത്രയാണ്? 10 സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ നമുക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്കൊരു ഡ്രൈവറായി കിട്ടിയാൽ എങ്ങനെ കിട്ടും? ദീവായ തങ്ങളെയും പരിശുദ്ധമായ ദീനിനെയും ശരീഅത്തിനെയും ജീവിതത്തിൽ നാം കൊണ്ടു നടന്നാൽ ജിബ്രീൽ നമ്മുടെ ഫ്രണ്ടാവും. ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ ചങ്ങായാവും. അങ്ങനെ കിട്ടിപ്പോയാൽ അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഏറ്റവും മനുഷ്യൻ പേടിക്കപ്പെടുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. മരണസമയം അപ്പോൾ നമുക്ക് തിരിച്ചു വയ്ക്കാൻ കഴിയണം. ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറും ആ ഖബറിൽ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ കഴിയണം. സിറാത്തിന്റെ സമയത്ത് വേഗതയോടെ ആ പാലത്തിൽ വിട്ടുകിടക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാലാണ്
നമുക്ക് സലാമത്തുണ്ട്, നാം രക്ഷപ്പെട്ടവർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു നായയോട് പറഞ്ഞത്, ഒരു നായയോട് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാന്മാർ അങ്ങനെയാണ്, അള്ളാഹുവിലേക്ക് അടുത്തവർ, അള്ളാഹുവിന്റെ പ്രണയം കൊണ്ട് ലയിച്ചവർ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകൾ മുഴുവനും ഭക്ഷിച്ച് എറിഞ്ഞ അവശേഷിച്ച ഭക്ഷണം അത് കഴിക്കുമ്പോ തൊട്ടടുത്തൊരു നായ വന്ന് കഴിക്കാൻ തുടങ്ങി. നായ കഴിക്കുമ്പോ മഹാനായ ഉവൈസ് തങ്ങളെ കാണുമ്പോ നായ കുരച്ചു. നായയുടെ സ്വഭാവം അതിന്റെ ഭക്ഷണത്തിന്റെ മുന്നിൽ പിന്നെ ഒരാൾ വന്നാൽ നായ കുരക്കും. അങ്ങനെ കുരക്കാൻ തുടങ്ങുമ്പോ മഹാനായ ഉവൈസ് തങ്ങൾ പറഞ്ഞു, ഓ നായ, നിന്റെ അടുത്തുള്ളത് നീ തിന്നോ, എന്റെ അടുത്തുള്ളത് ഞാൻ തിന്നാം. അത് നിന്റെ ഭക്ഷണമാണ്, ഇത് എന്റെ ഭക്ഷണമാണ്. നിനക്ക് തന്നത് റബ്ബാണെങ്കിൽ അതേ റബ്ബാണ് എനിക്ക് കണക്കാക്കിയ ഭക്ഷണം തരുന്നതും. അതുകൊണ്ട് ഇവിടെ നീ കുരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്നോ. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഓ നായ, മഹാൻ പറഞ്ഞതാണ്. നമുക്കിന്ന് നായ കാണുമ്പോൾ ഭയങ്കര അലസതയാണ്, നായ കാണുമ്പോൾ വെറുപ്പാണ്. വെറുക്കേണ്ട ജീവിയൊന്നും അല്ല. എന്തൊരു തൊട്ടാൽ മണ്ണിട്ട് കഴുകണം, അതൊരു പ്രത്യേക കാരണം. അതിന്റെ ശരീരത്തിലുള്ള അണുക്കൾ അത് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് കഴുകണം എന്നൊക്കെ ഇസ്ലാം പറഞ്ഞു. എന്നല്ലാതെ നമ്മളെ പോലെ നമ്മുടെ മക്കളെ പണ്ട് യമ പഠിപ്പിച്ചതാ, നമ്മുടെ മക്കൾ പഠിച്ചു, നായ കണ്ടാൽ കല്ലെറിയ നിർബന്ധമാണ്, അതിനെ കലപ്പിക്കൽ നിർബന്ധമാണ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം നായ കാണുമ്പോൾ അങ്ങനെയാണ്. ഒരിക്കലുമല്ല. ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ എന്ന് പറഞ്ഞത്. ഈ ഒരു നേരത്തെ എപ്പോഴെങ്കിലും ഭക്ഷണം കൊടുത്താൽ 10 കൊല്ലം കഴിഞ്ഞാലും നിന്നത് തിരിച്ചറിയും. നായയുടെ പാതാണ് നന്ദിയുള്ള ജീവിയാണ്. നന്ദിയില്ലാത്ത ജീവിയാണ് മനുഷ്യൻ. ഈ നന്ദിയില്ലാത്തവൻ ഇനി എത്ര ചോറ് കൊടുത്ത് ഉപ്പയാണെങ്കിലും കുറച്ച് കഴിയാതെ ആകുമ്പോൾ ഒരു ചോർക്ക് പുറത്താക്കും, ഉപ്പനെ പുറത്താക്കും. എത്ര വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മയാണെങ്കിലും ഉമ്മാന്റെ വല്ലു പോകുമ്പോ ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാകുമ്പോ ഉമ്മാനെ പുറത്താക്കും. ഇതാ മനുഷ്യൻ. നായതല്ല. ഒരു നേരത്തെ ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ മതി, എത്ര ദിവസം കണ്ടാലും പിന്നെ നിന്നെ കാണുമ്പോ ഒരു സ്നേഹം, ഒരു മഹബത്ത്. അല്ലെ, അത് നായയുടെ സ്വഭാവമാണ്. ഏതോ ആട്ടെ നായയോട് മഹാനായ ഉവൈസ് തങ്ങൾ പറഞ്ഞു ഒരു വാദ. എന്താ പറഞ്ഞേ? ഒരു പാലുണ്ട്, സിറാത്ത് പാലം. ആ പാലത്തിലൂടെ ഉവൈസാകുന്ന ഞാൻ പാസ്സായിട്ടപ്പുറം സ്വർഗത്തിലെത്തിയാൽ നിന്നെക്കാൾ ഹൈറായവൻ ഞാനാണ്. ഞാൻ സ്വർഗത്തിലെത്തോണ്ട് എത്തിയാൽ നിന്നെക്കാൾ ഹൈറായവൻ ഞാൻ. ഇല്ലെങ്കിലോ ഇല്ല, ആ സിറാത്ത് കടന്നിട്ട് സ്വർഗത്തിലെത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ ഒരു മനുഷ്യനായി പറഞ്ഞ എന്നെക്കാൾ ഏറ്റവും ഹൈറായവൻ അത് നീയാണ്. അനന്ത നായക്ക് നരകയില്ല, നായക്ക് ഇസ്ലാമില്ല, നായക്ക് സിറാത്തില്ല. സിറാത്തുള്ളതാർക്ക്, ഇസ്ലാമാർക്ക് സ്വർഗം നരകം ആർക്കുള്ളതാ? വയസ്സിനെ പോലെയുള്ള എനിക്കുള്ളതാ. വയസ്സിനെ പോലെയുള്ള എനിക്കുള്ളതാ, മനുഷ്യർക്കുള്ളതാണ്. ആ പാലം വിട്ട് കിടക്കാൻ കഴിയാതെ ഞാൻ നരകത്തിൽ വീണ്ടുപോയാൽ നായ നീയല്ലേ ഹൈറായവൻ? പിന്നെ ഞാനിവിടെ മനുഷ്യനായിട്ട് ഞാൻ വയസ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് ലാഭം? ഒരു നേട്ടവും ഇല്ല. ആ പാലം കടക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെ അധ്വാനിക്കണം. ഇതിനുള്ള ഏറ്റവും എളുപ്പവഴി ധാരാളമാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മജ്‌ലിസിൽ നടക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്രയിലും എല്ലാ സമയങ്ങളിലും സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിച്ചാൽ ആ പാലം നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും, എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമർ പടച്ചോനെ, നിങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, എങ്ങനെ ആ പാലം വിട്ടുകിടന്നിട്ട് സ്വർഗത്തിലെത്തും നമുക്ക് പേടിയാണല്ലോ, കഴിയൂല പടച്ചോനെ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഒരിക്കലും കഴിയൂല അല്ലാഹ്. പടച്ചോനെ, അത് പിടിക്കാൻ ഒരു നമ്മുടെ കൈ സപ്പോർട്ടിന് ഒന്നുമില്ലാത്ത പാലം വാളിനേക്കാൾ ഉറച്ച, ഒരു മുടിയേക്കാൾ നേർന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് ആളുകൾ ഇടലി വീഴുമ്പോൾ ഉണ്ടാകുന്ന അട്ടഹാസങ്ങൾ, ശബ്ദങ്ങളൊക്കെയും കേൾക്കുമ്പോ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റൂല. പടച്ചോനെ, നിന്റെ ആവിശാലമായ റഹ്മത്തും നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ നന്ദിയുള്ള പ്രവർത്തനമായി ഞങ്ങൾ ചെയ്ത ഇബാദത്തിന്റെ ബർക്കത്തുണ്ട് യാ അല്ലാഹ്. ജീവിതത്തിൽ പണ്ട് മുതൽ ഇന്നുവരെ ഞങ്ങൾ ചെറിയ സ്വലാത്തുകൾ, നിസ്കാരത്തിൽ എഴുതിയിട്ടുണ്ട്, വാങ്ങിൽ എഴുതിയിട്ടുണ്ട്, മറ്റുള്ള ഇബാദത്തുകളിൽ അല്ലാത്ത സമയങ്ങളിൽ ധാരാളമായി സ്വലാത്തുകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ട് മിന്നൽ വേഗതയോടെ യാ അല്ലാഹ്, കാറ്റുപോലെ മിന്നുപോലെ ആ പാലം കടന്ന് സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണയുണ്ട്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സ്നേഹിതന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ വെറുത്തവർ, ഞങ്ങളുമായി വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് ദുആ ചെയ്തവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, നമുക്ക് വെള്ളം തന്നവർ, നമുക്ക് വസ്ത്രം തന്നവർ, നമ്മുടെ പള്ളിയെ സഹായിച്ചവർ, നമ്മുടെ നാട്ടിലുള്ള പാപങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ദീനിന്റെ മേഖലകളിൽ പ്രവർത്തന രംഗത്തിൽ ഇറങ്ങിയവർ, എല്ലാവർക്കും ആ പാലം
വേഗതയോടെ വിട്ടുകിടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലോ, തൗഫീഖ് നൽകണേ അല്ലോ. നമ്മുടെ ശത്രുക്കൾക്ക് പോലും പടച്ചോനെ അവിടെ നീ പരാജയം നൽകല്ലേ അല്ലോ, നീ നൽകല്ലേ അല്ലോ. ഇവിടെ പലരോടും ഞങ്ങൾക്ക് ശത്രുതയുണ്ട്, ഞങ്ങളെ വെറുത്തവരും ചെറിയ ചെറിയ നിസ്സാരമായ കാര്യമാണ് അല്ലോ. എത്ര ശത്രുവാണെങ്കിലും അവസാനം മരിച്ചപ്പോ ഞങ്ങളൊന്ന് പോയി കാണും, കിടന്ന് കാണും. കാരണം അത് നമ്മുടെ റഹ്മത്താണ്. ഇവിടെയുള്ള 60 കൊല്ലം 70 കൊല്ലത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ നാലാഖിറത്തിന്റെ അല്ലാഹ് തീരാത്ത കൊല്ലങ്ങൾ, തീരാത്ത വർഷങ്ങൾ. അവിടെ നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഈ നരകം വിധിക്കല്ലേ റഹ്മാനെ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും നീ നരകം വിധിക്കല്ലേ അല്ലാഹ്. സിറാത്തിലൂടെ പരാജയം നൽകല്ലേ അല്ലാഹ്. എല്ലാവർക്കും സുഖലോക സ്വർഗത്തിൽ എത്തിപ്പെടാനും സന്തോഷിക്കാനും നീ ഭാഗ്യം നൽകണേ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരാണ്. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. കടക്കാരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. വീടിന്റെ കാര്യം തുടങ്ങിയ ആളുകളുടെ പടച്ചോനെ വലിയ പ്രതീക്ഷയോടെ നിന്റെ മേൽ തവക്കുൽ ചെയ്ത് തുടങ്ങിയതാണ് നീ അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലോ. അതിന് വേണ്ട സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെയും നീ സഹായിക്കണേ അല്ലോ. നമ്മുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി സഹായിക്കുന്ന ആളുകൾ അവർക്ക് ധാരാളമായി ഹലാലായ സമ്പാദ്യങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഇന്ന് വരെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഏതൊക്കെ രൂപത്തിൽ സ്ഥലം കൊടുത്തത് മുതൽ ഈ ദിവസം വരെ ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, കഷ്ടപ്പെട്ടവരുണ്ടോ, ശ്രദ്ധിച്ചവരുണ്ടോ, ഓടി നടന്നവരുണ്ടോ, ഈ പള്ളിയുടെ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുത്തവരുണ്ടോ, ഇവിടെ സുജൂദ് ചെയ്തവരുണ്ടോ, എല്ലാവർക്കും പകരം നീ സ്വർഗത്തിൽ ഉയർന്ന ദർജ നൽകുന്നോ, ഈമാനുള്ള മരണം നൽകുന്നോ, സിറാത്തിലൂടെ വിജയം നൽകുന്നോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد.